contention is that they cannot manufacture patriotism and nationalism through a piece of legislation. Their intention is to polarize the society. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഞാൻ ഷുക്കൂർ തരുവണ. കഴിഞ്ഞൊരു എപ്പിസോഡിൽ വന്ദേ മാതരം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിരന്തരമായ ചർച്ചകൾക്ക് വായനകൾക്ക് വിധേയമാക്കപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് രണ്ടാമതായി ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2026 ജൂലൈ 29 ഇന്ത്യയുടെ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പാസാക്കിയ ഇന്ത്യയുടെ വന്ദേ മാതരം, അതായത് ദേശീയ ഗീത അനാദരവിന് എതിരെയുള്ള ഒരു ബില്ലിനെ പറ്റി ഈ വീഡിയോയിൽ എനിക്കറിയാവുന്ന വസ്തുതകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രണ്ടാമത്തെ വന്ദേ മാതരവുമായുള്ള എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ എസ് വിഷൻ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിനും ദേശീയ പതാകക്കും ഇന്ത്യയുടെ ഭൂപടത്തിനും തുല്യമായ നിയമപരമായ സംരക്ഷണവും പദവിയും നൽകുന്നതിനായി പാർലമെന്റ് പാസാക്കിയ നിയമ ഭേദഗതിയെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്ക്, സമൂഹത്തിലെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയിലെ സകലമാന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇന്ത്യയുടെ പൈതൃകങ്ങളെ, പാരമ്പര്യങ്ങളെ, സംസ്കാരങ്ങളെയൊക്കെ നമ്മുടെ വിശ്വാസങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും അതിനെ അനാദരിക്കാതിരിക്കുക, അതിനെ ആദരിക്കുക, പരസ്പരം മാനിച്ചുകൊണ്ട് ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് ഉദാത്തമായ മാനവിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാഗ്രഹിക്കുന്ന ഒരു പ്രാഥമികമായ മനുഷ്യന്റെ കടമയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വന്ദേ മാതരത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിശ്വാസാചാരങ്ങളെയോ പാരമ്പര്യത്തെയോ സംസ്കാരത്തെയോ നമ്മുടെ വിശ്വാസവുമായി ചേർന്ന് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അനാദരിക്കേണ്ട, അപമാനിക്കേണ്ട, അവഹേളിക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അതൊരു വിശ്വാസിക്കും യോജിക്കാൻ പറ്റുന്നതല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, മനുഷ്യരാശിയുടെ നന്മയെ കാക്ഷിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് തന്നെ പൈശാചികമായ ഒരു പ്രവർത്തനമാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇന്ത്യയുടെ ദേശീയ പതാകയും ഇന്ത്യയുടെ ഭൂപടവും ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനക്കും നൽകുന്ന തുല്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ 2026 ജൂലൈ 29 ഇന്ത്യയുടെ ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയിലും ഇത്തരത്തിലുള്ള ഒരു നിയമം പാസാക്കി കൊണ്ടുവന്നത്. 1971 പാസാക്കിയ പ്രൊവിഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ അമെൻമെന്റ് ബില്ലിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് 2026 ജൂലൈ 29 ഇങ്ങനെ ഒരു നിയമം പാസാക്കിയിട്ടുള്ളത്. 2026 ജൂലൈ 29 ദേശീയ പതാകയും ഇന്ത്യയുടെ ഭൂപടവും ദേശീയ ഗാനവും ഈ മൂന്നിനും പുറമെ ദേശീയ ഗീതവും കൂടി ഈ പരിരക്ഷാ നിയമത്തിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഭേദഗതി ബില്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ദേശീയ ഗീതത്തെ ബോധപൂർവം തടസ്സപ്പെടുത്തുക, ആലപിക്കുന്ന സദസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നതും ഈ നിയമപ്രകാരം കുറ്റകരമായിരിക്കും. വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതത്തെ അവഹേളിക്കുന്നതും സമാനമായ കുറ്റമായി പരിഗണിക്കപ്പെടും. ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവർക്കെതിരെ 3 വർഷം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ പെനാൽറ്റിയോ രണ്ടും കൂടിയ ശിക്ഷയോ ലഭിക്കും എന്നുള്ളതാണ് ഈ അമെൻമെന്റ് ബില്ലിലെ നിയമ ഭേദഗതിയിലൂടെ ഈ പരിരക്ഷാ നിയമത്തിൽ ഉറപ്പുവരുത്തുന്നത്. വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കുന്നവർക്കെതിരെ കഠിനമായ 1 വർഷത്തെ ശിക്ഷ കൂടി വിധിക്കപ്പെടുന്ന ഒരു അമെൻമെന്റ് ഭേദഗതി നിയമമാണ്
2026 ജൂലൈ 29 രാജ്യസഭയിൽ ഇന്ത്യയുടെ ആഭ്യന്തര സഹവകുപ്പ് മന്ത്രി നിത്യാനന്ദ റായ് കൊണ്ടുവരികയും പാസ്സാകുകയും ചെയ്തിട്ടുള്ളത് വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളുമൊക്കെ നടക്കുന്നതിനിടയിലാണ് രാജ്യസഭ ഇത്തരത്തിലുള്ള ഒരു നിയമം പാസാക്കിയിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരങ്ങൾ ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും നാട് കടത്തപ്പെടുകയും വധിക്കപ്പെടുകയും മറ്റനേകം ശിക്ഷാമുറകൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്ത ശേഷം ഉജ്ജ്വലമായ സമരങ്ങൾക്ക് മുമ്പിൽ ബ്രിട്ടീഷുകാർ കീഴടങ്ങി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ആ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം രാജ്യസഭയിൽ പാസാക്കിയിരിക്കുന്നത്. 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഈ ഒരു ത്യാഗത്തിന്റെ ഓർമ്മകളിൽ ഈ ഒരു വിവാദം കേരളത്തിലും വളരെ സജീവമായ ചർച്ചയാണ്. ഗവർണർ പറയുന്നത് ഇതിന്റെ എല്ലാ ചരണങ്ങളും ആലപിക്കണമെന്നാണ്. എന്നാൽ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് പ്രത്യേകമായി ഏതെങ്കിലും മതവിഭാഗങ്ങളെയോ ഏതെങ്കിലും വിശ്വാസങ്ങളെയോ ഒന്നും തന്നെ ബാധിക്കാതെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മാതൃഭൂമിയുടെ മഹത്തായ പൈതൃകത്തെയും സമ്പന്നതയെയും സംസ്കാരത്തെയും വർണ്ണിക്കുന്ന ആദ്യത്തെ 2 ചരണങ്ങൾ ആലപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മുടെ കൂടി സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ വിളംബരമാണ്. നമ്മുടെ മഹാത്യാഗികളായ ഒരുപാട് ആളുകളുടെ ത്യാഗത്തിന്റെ, അവരുടെ വിയർപ്പിന്റെ, അവരുടെ രക്തത്തിന്റെ, അവരുടെ സന്ധിയില്ലാ പോരാട്ടത്തിന്റെ വലിയ ഒരു റിസൾട്ടാണ്. അതിന്റെ ഫലമായാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അത് ഏറ്റവും മഹത്തരമായി ആഘോഷിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടുകൂടി രാജ്യത്തെ തീവ്ര ദേശീയവാദികൾക്കും രാജ്യത്തെ ഉഗ്ര വലതുപക്ഷവാദികൾക്കും ഇവിടെയുള്ള സംഘ് പരിവാരങ്ങൾക്കും വടികൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യവും ഇന്ത്യയുടെ ആ പാരമ്പര്യവും സംസ്കാരവും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയാൽ അത് ശിക്ഷാകരം എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ രാജ്യത്തിനോട് കാണിക്കുന്ന കൂറില്ലായ്മ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എന്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.